ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിക്കൻ കട്ട്ലേറ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയും ക്രിസ്പിയും ഹെൽത്തിയുമായ ഈ ചിക്കൻ കട്ട്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ബോൺലെസ് ചിക്കൻ, 3 ഉരുളക്കിഴങ്ങ്, 2 സവോള, ഒരു പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, ഒരു മുട്ട, ബ്രെഡ് ക്രംസ്. ഞാനിവിടെ റസ്ക്കാണ് ബ്രെഡ് ക്രംസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കട്ട്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ചിക്കൻ നന്നായി വേവിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങ് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി ചിക്കൻ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് നമ്മളത് നന്നായി ഉടച്ചെടുക്കുക. ഈ ഒരു പരുവത്തിനാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കേണ്ടത്. ഒട്ടും കട്ട കൂടാതെ വേണം ഉടച്ചെടുക്കാൻ. ചിക്കൻ്റെ ചൂട് നന്നായി മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ചിക്കൻ ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ചിക്കൻ ഒരുപാട് അരിഞ്ഞു പോകാതെ ഈ ഒരു പരുവത്തിൽ മാത്രമായിരിക്കണം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പറിലിട്ട് നന്നായി ചെറുതായി ചോപ്പ് ചെയ്തെടുക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ള കട്ട്ലേറ്റ് ആണെങ്കിൽ ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അവരത് കഴിച്ചോളും. അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള എന്നിവ അതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. പിന്നീട് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടെ ചേർക്കുക. കറിവേപ്പില ഒന്ന് ചെറുതായി മൂക്കുന്നത് വരെ വീണ്ടും ഇളക്കി കൊടുക്കുക. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി മൂപ്പിക്കുക. ഇപ്പോൾ പൊടിയെല്ലാം നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. ഇനി ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് മസാലക്കൂട്ടും ഫ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർക്കുക. ഇനി ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വേണം മിക്സ് ചെയ്യാനായി. ഇപ്പോൾ നന്നായി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഓരോ ഷേപ്പിലാക്കി കട്ട്ലേറ്റുകളാക്കി മാറ്റാം. ചെറിയ ചെറിയ ബോളുകളാക്കി റൗണ്ട് ഷേപ്പിലോ ഓവൻ ഷേപ്പിലോ നമുക്ക് കട്ട്ലേറ്റുകൾ ഉണ്ടാക്കാവുന്നതാണ്. ഇതുപോലെ കുഴിച്ചു വെച്ചിരിക്കുന്ന മാവും മുഴുവനുമായി ഷേപ്സുകളിലേക്ക് ആക്കുക. ഇനി ഒരു പാത്രമെടുത്ത് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഓരോ ബോൾസും എഗ്ഗിൽ മുക്കി ബ്രെഡ് ക്രംസിൽ നന്നായി പൊതിഞ്ഞ് മാറ്റി വെക്കുക. എല്ലാ ബോൾസും ഇതുപോലെ ചെയ്യുക. ഇപ്പോൾ എല്ലാ ബോൾസും ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇത് ഫ്രിഡ്ജിൽ നന്നായി സൂക്ഷിക്കാവുന്നതാണ്. നന്നായി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മുടെ ബോൾസ് വെച്ചതിന് ശേഷം മുകളിൽ ടിഷ്യൂ ഇട്ട് നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നായി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ബോൾസിന്റെ ഒരു വശം നന്നായി മൂത്തിട്ടുണ്ട്, മറു സൈഡ് മറിച്ചിടുക. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ആയിട്ടുണ്ട്. നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ബോൾസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കട്ട്ലേറ്റ്സ് മുഴുവൻ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ക്രിസ്പിയുമായ ഈ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കാൻ നോക്കണം. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം.
ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നമ്മുടെ കടയിൽ വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഞങ്ങളുടെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി വരുന്നതാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.